സമാധാനത്തിന്റെയും സന്ദേശവുമായി ഇന്ന് ക്രിസ്മസ്. യേശുക്രിസ്തുവിന്റെ ജനനത്തിന്റെ ഓർമ്മ പുതുക്കി ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ ഇന്ന് ഈ മഹാദിനം ആഘോഷിക്കുന്നു. മനുഷ്യർക്കിടയിൽ സ്നേഹവും സഹോദര്യവും വളർത്തണമെന്ന സന്ദേശമാണ് ക്രിസ്മസ് ലോകത്തിന് നൽകുന്നത്. കേരളം ഉൾപ്പെടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ പുലർച്ചെ മുതൽ തന്നെ ആരംഭിച്ചു. പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളും മധ്യരാത്രി കുർബാനകളും നടന്നു. വിശ്വാസികൾ കുടുംബങ്ങളോടൊപ്പം പള്ളികളിലെത്തി പ്രാർത്ഥനകളിൽ പങ്കെടുത്തു. യേശുവിന്റെ ജനനത്തിന്റെ ഓർമ്മപ്പെടുത്തുന്ന പുൽക്കൂടുകൾ പള്ളികളിലും വീടുകളിലും ഒരുക്കിയിട്ടുണ്ട്. വീടുകളും തെരുവുകളും നക്ഷത്രങ്ങളും വർണ്ണവിളക്കുകളും കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. ക്രിസ്മസ് നക്ഷത്രങ്ങളുടെ പ്രകാശത്തിൽ നഗരങ്ങളും ഗ്രാമങ്ങളും ഉത്സവ ലഹരിയിലാണ് ഇന്ന്. വീടുകളിൽ കേക്ക് മുറിച്ചും പരമ്പരാഗത വിഭവങ്ങൾ തയ്യാറാക്കിയുമാണ് കുടുംബങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കുന്നത്. കുട്ടികൾക്ക് സാന്താക്ലോസിന്റെ വരവാണ് ഏറ്റവും വലിയ സന്തോഷം. സമ്മാനങ്ങളും മധുരങ്ങളും പങ്കുവച്ച് ക്രിസ്മസിന്റെ ആനന്ദം എല്ലാവരും പങ്കിടുന്നു. ക്രിസ്മസ് ആഘോഷങ്ങൾ മതപരിധികൾ കടന്ന് സമൂഹമാകെ ഏറ്റെടുത്തിരിക്കുകയാണ്. വിവിധ മതവിഭാഗങ്ങളിൽപ്പെട്ടവരും സുഹൃത്തുക്കളെയും അയൽവാസികളെയും സന്ദർശിച്ച് ആശംസകൾ കൈമാറുകയാണ്. അനാഥാലയങ്ങളിലും വയോജന കേന്ദ്രങ്ങളിലും പ്രത്യേക പരിപാടികൾ സംഘടിപ്പിച്ചു. സഹായഹസ്തം നീട്ടിയും ഭക്ഷണവും വസ്ത്രങ്ങളും വിതരണം ചെയ്തും പലരും ക്രിസ്മസ് ദിനം അർത്ഥവത്താക്കുന്നു. സമാധാനവും കരുണയും മനുഷ്യസ്നേഹവും ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്ന ഓർമ്മപ്പെടുത്തലാണ് ഓരോ ക്രിസ്മസ് ദിനവും നമുക്ക് നൽകുന്നത്. വിഭജനവും സംഘർഷങ്ങളും നിറഞ്ഞ ഇന്നത്തെ കാലത്ത് സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും സന്ദേശം കൂടുതൽ പ്രസക്തമാവുകയാണ്. പരസ്പരം മനസ്സിലാക്കി കൈകോർക്കുമ്പോഴാണ് ക്രിസ്മസിന്റെ യഥാർത്ഥ അർത്ഥം സാക്ഷാത്കരിക്കുന്നത്. സന്തോഷവും സമാധാനവും നിറഞ്ഞ ക്രിസ്മസ് ദിനം ലോകമെമ്പാടുമുള്ള എല്ലാവർക്കും പുതു ആശയുടെയും പുതു ആരംഭത്തിന്റെയും പ്രതീക്ഷയായി മാറട്ടെ.